കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പറ്റി കൂടി പുറത്തു വന്നതോടി UDFിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും മത്സര രംഗത്ത് എത്തി. കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ തൃശ്ശൂർക്ക് മാറിയതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. അതുപോലെ പാലക്കാട് MLA ഷാഫി പറമ്പിൽ വടകരയിൽ ചെന്ന് അംഗം കുറിച്ചു. താച്ചോളി ഓതനൻ്റെയും ആരോമൽ ചേകവരുടെയും നാട്ടിൽ കടത്തനാട്ടിൽ അംഗം കുറിച്ചിട്ടുള്ളത് ഷാഫിയാണ്. ഷാഫിക്കെതിരെ മത്സരിക്കുന്നത് പുത്തൂരം ആരോമൽ ചേകവരുടെ നേർപെങ്ങൾ അംഗം വെട്ടും നേർപെങ്ങൾ ഉണ്ണിയാർച്ച എന്ന് പറയാവുന്ന KK ശൈലജയാണ്. അപ്പോൾ കടത്തനാട്ടിൽ വലിയ മത്സരമാണ്. ശക്തൻ്റെ നാടായ തൃശ്ശൂരിൽ വലിയ മത്സരമാണ്. മറ്റ് പല മണ്ഡലങ്ങളിലും തീ പാറുന്ന മത്സരം തന്നെ നടക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. ഇവിടെ പറയാമെന്നത് അതിനെക്കുറിച്ചല്ല. ഇടതുപക്ഷ മുന്നണി 3 സ്ത്രീകൾക്ക് അവസരം കൊടുത്തു. CPMൽ നിന്ന് 2 പേരുണ്ട്, CPIയിൽ നിന്ന് ഒരാളുണ്ട്. CPMൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറാണ്, മറ്റൊരു സ്ഥാനാർത്ഥി എറണാകുളത്ത് ഷൈൻ ടീച്ചറാണ്. അങ്ങനെ 2 ടീച്ചർമാരെ. മൂന്നാമത്തെ സ്ഥാനാർത്ഥി CPIയുടെ ആനി രാജയാണ്. അവർ ടീച്ചറല്ല, പക്ഷേ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. മാത്രമല്ല പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജയുടെ സഹധർമ്മിണിയുമാണ്. അങ്ങനെ 3 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. ഇവരാരൊക്കെ ജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ആര് വേണമെങ്കിലും ജയിക്കാം, ആരും ജയിക്കാതെയും ഇരിക്കാം. പക്ഷേ UDFിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ തവണ 2 പേരെയാണ് മത്സരിപ്പിച്ചത്. ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിൽ മത്സരിച്ചു, പിന്നെ രമ്യ ഹരിദാസ് ആലത്തൂരും മത്സരിച്ചു. ഈ തവണയും രമ്യ ഹരിദാസിൻ്റെ സീറ്റുണ്ട്, ഷാനിമോൾക്ക് സീറ്റില്ല. ഷാനിമോൾ ഒഴിഞ്ഞ ആലപ്പുഴ സീറ്റിൽ നമ്മുടെ KC വേണുഗോപാലാണ് മത്സരിക്കുന്നത്. അതുകൂടി മറ്റൊരു വനിതയ്ക്കും സീറ്റില്ലാതെ. ഇവിടെ രാജ്യസഭാ സീറ്റ് നേരത്തെ ജെബി മേത്തർക്ക് കൊടുത്തു എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ലോക്സഭയിലേക്ക് 20 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഈ സ്ത്രീ സംവരണം ഉറപ്പാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഒരേ ഒരു വനിതയ്ക്ക് മാത്രമാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം പൊതുവെ അങ്ങനെ ചർച്ചാ വിഷയമായില്ല. പക്ഷേ നമ്മുടെ ഷമ മുഹമ്മദ് അതൊരു വിഷയമായിട്ട് ഉന്നയിച്ചു. ഷമ മുഹമ്മദ് പറഞ്ഞതിൽ ന്യായമുണ്ട്. കാരണം എന്ന് വെച്ചാൽ 2 സീറ്റുണ്ടായിരുന്നു, 1 സീറ്റായിട്ട് കുറച്ചു. മാത്രവുമല്ല വടകര സീറ്റ് ഒഴിഞ്ഞപ്പോൾ, വടകര സീറ്റിൽ നിന്ന് മുരളീധരൻ തൃശ്ശൂർക്ക് പോയല്ലോ, അപ്പോഴെങ്കിലും ഒരു സ്ത്രീക്ക് ആ സീറ്റ് കൊടുക്കേണ്ടായിരുന്നു. വടകരയിൽ അവിടെ ഷമ മുഹമ്മദിനെ മത്സരിപ്പിക്കേണ്ടായിരുന്നു എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഷമ മുഹമ്മദിനെ നമുക്കറിയാം, ആ ചെറുപ്പക്കാരിയാണ്, ചുറുചുറുക്കുള്ള ഒരു വനിതയാണ്. അവർ കണ്ണൂർ സ്വദേശിയാണ്. പഠിച്ചതും ജനിച്ചു വളർന്നതുമൊക്കെ കുവൈറ്റിലാണ്. കുവൈറ്റ് യുദ്ധത്തെ തുടർന്ന് നാട്ടിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നട്ടു. കുറച്ച് നാൾ തലശ്ശേരിയിലും പിന്നീട് കണ്ണൂർ SN കോളേജിലൊക്കെ ആയിട്ടാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയിട്ട് ദന്തവൈദ്യം പഠിച്ചു. അവരൊരു ക്വാളിഫൈഡ് ഡെൻറ്റിസ്റ്റാണ്, പിന്നെ ജേർണലിസ്റ്റാണ്. സർവോപരി കോൺഗ്രസിൻ്റെ സൈബർ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മീഡിയ സെല്ലിൻ്റെ ഒരു ചുമതലക്കാരി കൂടിയാണ്. AICCയുടെ നമ്മുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ നിത്യ സാന്നിധ്യമാണ്. BJPക്കും CPMനും ഒക്കെ ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുക്കുന്ന ആൾ. അവർക്ക് ഹിന്ദി പറയാം, ഇംഗ്ലീഷും അറിയാം, അത്യാവശ്യം മലയാളവും അറിയാം. മലയാളം പറയുമ്പോൾ കുറച്ച് ഹിന്ദിയും കുറച്ച് ഇംഗ്ലീഷും ഒക്കെ കൂടിപ്പോവും. സ്വാഭാവികമായിട്ട് അറബിയും അറിഞ്ഞിരിക്കാം, കുവൈറ്റിലായിരുന്നുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ബഹുഭാഷാ പണ്ഡിതയാണ്, ചെറുപ്പക്കാരിയാണ്, ഊർജ്ജസ്വലയാണ്. പാർലമെൻറ്റിന് ഒരു വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു എന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ആകണമെങ്കിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കണം, കൈപ്പത്തി ചിഹ്നം അനുവദിക്കണം. ഇത് രണ്ടും ഉണ്ടായില്ല. ഇപ്പോൾ ഷമ മുഹമ്മദ് അത് പരിഭവിച്ചു. അതുകൂടി കോൺഗ്രസ്സുകാരൊക്കെ ഈ പാവത്തിൻ്റെ മേൽ പൊങ്കാലിടുകയാണ്. ഷമ മുഹമ്മദ് പാർലമെൻറ്റിൽ മത്സരിച്ചാൽ ജയിക്കുമോ? ശിരോവസ്ത്രം ധരിക്കാത്ത ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ വടക്കേ മലബാറിലെ പ്രബുദ്ധരായ വോട്ടർമാർ അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. കൊല്ലം ജില്ലക്കാരിയായ ഷാഹിദ കമാൽ പണ്ട് കാസർഗോട്ട് തട്ടമൊക്കെ ഇട്ട് പോയി മത്സരിച്ചു, എന്നിട്ടും ആളുകൾ വോട്ട് ചെയ്തില്ല, തോറ്റുപോയി. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. PK സൈനബ എന്ന് പറഞ്ഞ CPMൻ്റെ സ്ഥാനാർത്ഥി മലപ്പുറത്ത് തട്ടമിടാതെ മത്സരിച്ചു, പരാജയം ഭയാനകമായിരുന്നു. അതുപോലെ മിനു മുംതാസ് എന്ന് പറഞ്ഞൊരു വനിതയെ പണ്ട് CPIക്കാർ പൊന്നാനിയിൽ മത്സരിപ്പിച്ചു, അവിടെയും ഇതൊക്കെ തന്നെ സംഭവിച്ചു. മലബാറിൽ മുസ്ലിം വനിതാ സ്ഥാനാർത്ഥികളെ വോട്ടർമാർ അംഗീകരിക്കുകയില്ല എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ശരിയല്ല. CPMക്കാർ മത്സരിപ്പിക്കുകയാണെങ്കിൽ അംഗീകരിക്കും. ഇപ്പോൾ KS സലീഖ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണപുരത്ത് നിന്ന് ജയിച്ചിട്ടുണ്ട്. കാനത്തിൽ ജമീല നിലവിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കില്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും ജയിക്കില്ല. ഇത്ര പ്രശ്നമുള്ളൂ.
അപ്പോൾ ഷമ മുഹമ്മദിനെ മത്സരിപ്പിക്കാത്തതിന് KPCCക്ക് പല ന്യായങ്ങളുണ്ട്, AICCക്ക് പല ന്യായങ്ങളുണ്ട്. പിന്നെ കെ സുധാകരൻ ഒഴിഞ്ഞിട്ട് കണ്ണൂരിൽ ഷമയ്ക്ക് സീറ്റ് കൊടുക്കാൻ സാധ്യമല്ലോ. വടകരയിൽ പാർട്ടി ജയിക്കണം എന്ന് താല്പര്യമുള്ളതുകൊണ്ടും നിർബന്ധമുള്ളതുകൊണ്ടുമാണ് ഷാഫി പറമ്പിലിനെ കൂടുതൽ മത്സരിപ്പിച്ചത്, നമുക്കറിയാം. പക്ഷേ ഷമയ്ക്ക് അത് മനസ്സിലായിട്ടില്ല. ഷമയോടും കേരളത്തിലെ വനിതകളോടും AICC വലിയ തെറ്റ് ചെയ്തു എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതുപോലെ വിചാരിച്ചിട്ടാണ് പണ്ട് ലതിക സുഭാഷ് ഇന്ദിരാഭവൻ്റെ മുമ്പിൽ വെച്ച് തലമുണ്ടനം ചെയ്യുകയും പാർട്ടി വിട്ടുപോവുകയും പിന്നീട് NCPയുടെ വനിതാ വിഭാഗത്തിൽ വലിയ നേതാവായിട്ട് മാറുകയും ചെയ്തു. അത് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്, എന്നുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് പണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് ടോം വടക്കൻ 2009 തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ സീറ്റ് കിട്ടും എന്ന് കരുതി തൃശ്ശൂർ അങ്ങാടിയിലും അതുപോലെ സ്വരാജ് റൗണ്ടിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. പടുകൂറ്റൻ ഫ്ലെക്സ്, രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കൂടെ ക്ലീൻ ഷേവുകാരനായ ഒരാളുടെ പടം കാണും. സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അടുത്തിരുന്ന ആൾ ചോദിച്ചു, ഇത് ഏതാ ഈ അവതാരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ടോം വടക്കനാണ്. വടക്കൻ തൃശ്ശൂർ മത്സരിക്കാൻ ഉദ്ദേശിക്കും. അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം ആർച്ച് ബിഷപ്പിനെ വന്ന് കണ്ടു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും കിട്ടി. അത് കഴിഞ്ഞ് യൂസഫ് അലി മുതലാളിയെ പോയി കണ്ടു, മുതലാളിയും കൈവച്ച് അനുഗ്രഹിച്ചു. ഇനി ഒന്നും പേടിക്കാനില്ല, ഇവിടെ മത്സരിക്കാം എന്ന് ധരിച്ച് അദ്ദേഹം ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, വടക്കുന്നാഥൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വടക്കൻ ഇവിടെ മത്സരിക്കും, നമ്മുടെ CPIയുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും എന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? AICCയിലിരിക്കുന്ന ആളുകൾ കുറച്ചുകൂടി തലയ്ക്ക് വെളിവുള്ളവരായതുകൊണ്ട് വടക്കന് സീറ്റ് കൊടുത്തില്ല. അതിലുപരിയായിട്ട് തൃശ്ശൂരെ കോൺഗ്രസ്സിലെ ഏറ്റവും ശക്തനായ നേതാവ് അന്ന് CN ബാലകൃഷ്ണനാണ്, മുൻ മന്ത്രി. ബാലകൃഷ്ണൻ വെട്ടി തുറന്ന് പറഞ്ഞു, ഈ കണ്ട കുറ്റിച്ചൂലുകളൊക്കെ ഇവിടെ നിർത്തിയാൽ വിജയിക്കുകയില്ല. ഈ കുറ്റിച്ചൂലെന്ന് വിളിച്ചത് വടക്കന് വലിയ അവമാനമായി. വടക്കൻ പറഞ്ഞു, ഞാൻ കുറ്റിച്ചൂലല്ല, വാക്വം ക്ലീനറാണ്. അങ്ങനെ വാക്വം ക്ലീനർ ആയിട്ട് സ്വയം വിശേഷിപ്പിച്ചിട്ടും വടക്കന് സീറ്റ് കിട്ടിയില്ല. ആ സീറ്റിൽ PC ചാക്കോ മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു. അങ്ങനെ ഉണ്ടായി. അപ്പോൾ അതുപോലെ ഷമ മുഹമ്മദ് കോൺഗ്രസ്സിൽ ഇപ്പോൾ പുതിയൊരു വാക്വം ക്ലീനറാണ്. അവരൊരു സീറ്റ് ആഗ്രഹിച്ചു എന്നുള്ളൊരു തെറ്റല്ല. വടക്കനെ പോലെ തന്നെ ടെലിവിഷൻ ചാനലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ വടക്കൻ അവസാനം നിവൃത്തിയില്ലാത്ത സ്റ്റേജിൽ എന്ത് പറ്റി? BJPയിൽ ചേർന്നു. ഷമ മുഹമ്മദ് BJPയിൽ ചേരുമോ, CPMൽ ചേരുമോ, വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുമോ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇനി ലതിക സുഭാഷിനെ പോലെ തലമുണ്ടനം ചെയ്യില്ല എന്നാൽ പോലും മുണ്ടനം ചെയ്യാതെ NCPയിലോ മറ്റേതെങ്കിലും മതേതര രാഷ്ട്രീയ പാർട്ടിയിലോ ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. ഏതായാലും കെ സുധാകരൻ പറഞ്ഞ ഒട്ടും മര്യാദയില്ല. ഈ കോൺഗ്രസുമായിട്ട് ഷമയ്ക്ക് ഒരു ബന്ധവുമില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു കേട്ടു. അത് ശരിയല്ല. കെ സുധാകരനാണ് പറഞ്ഞെങ്കിൽ പോലും ഷമ മുഹമ്മദ് കോൺഗ്രസിൻ്റെ ഒരു ദേശീയ വക്താവാണ്. ആ ഒരു വക്താവിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വർത്തമാനം KPCC പ്രസിഡന്റ് പറഞ്ഞത് ഉചിതമല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഏതായാലും ഷമ മുഹമ്മദ് അങ്ങനെ മൂലക്കിരുത്തപ്പെടേണ്ടുന്ന ഒരു പ്രതിഭയല്ല. അവരുടെ കഴിവ്, അവരുടെ പ്രാഗൽഭ്യം, അവരുടെ വാഗ്വിലാസം, ഹിന്ദിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും അവർക്കുള്ള പ്രാവീണ്യം, ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പ്രബുദ്ധ കേരളം തിരിച്ചറിയും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഷമ മുഹമ്മദിന് വലിയ അവസരങ്ങൾ അവർ തേടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.